ഓക്കെ, നമുക്ക് തുടങ്ങാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഓറിയന്റേഷൻ 8.0യുടെ റോഡ് ടു സക്സസ് എന്ന സെക്ഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ തീമിൽ പറഞ്ഞ പോലെ തന്നെ ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ്. ഇന്നത്തെ സെക്ഷൻ നിങ്ങൾ നന്നായിട്ട് ഡിസ്കവർ ചെയ്യുക. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് അതുപോലെ പറയുന്നത് നമ്മുടെ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് എന്ന കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തത് വഴി നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഏതൊക്കെ മേഖലയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഫഹീം സാറാണ്. ഫഹീം സാറെ പറ്റി പറയുവാണെങ്കിൽ, സാറ് IIT ഹൈദരാബാദിൽ ലിബറൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹൈദരാബാദിൽ തന്നെ കൗൺസിൽ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സാർ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറിനെ ഈ ഒരു സെക്ഷനിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ടീം ലീഡ് ആയിട്ടുള്ള വാണി മാം, BCA ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആയിട്ടുള്ള അർച്ചന മാം, MSW ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള ഫാത്തിമ മാമിനെയും ഞാൻ ഈ ഒരു സെക്ഷനിലോട്ട് സ്വാഗതം ചെയ്യാണ്. ഫഹീം സർ, ഓവർ ടു യു സർ. സാറിനെ ഞാൻ ഈ ഒരു സെക്ഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു സർ. താങ്ക് യു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അതിന് താങ്ക്സ് പറയാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനോട്. സോ എന്നോട് ഇന്ന് ആവശ്യപ്പെട്ടത് എക്കണോമിക്സ് സബ്ജക്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് എക്കണോമിക്സിൽ UG, അതായത് BA എക്കണോമിക്സ്, MA എക്കണോമിക്സ്, അതിന് ജോയിൻ ചെയ്ത ഡിസ്റ്റന്റ് ആയിട്ട് ഇഗ്നോർ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് നമ്മളത് ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ നമുക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ ആ സാധ്യതകൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് നേടാൻ അല്ലെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ നമ്മളുടെ അണ്ടർഗ്രാജ് ഡിഗ്രി കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ PG കാലത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനൊരു ഓവർവ്യൂ നൽകുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് എന്നോട് ആവശ്യപ്പെട്ടതും. അപ്പോ ഞാൻ ഒരുപാട് ഇൻഫോർമേഷൻസ് ആയിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരു ചെറിയൊരു PPT ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ PPT ഷെയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഒന്നുകൂടെ നന്നാവുക. സോ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് നമ്മള് എക്കണോമിക്സ് എന്താണെന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനൊരു ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന അമേരിക്കൻ ഇക്കണോമിക് അസോസിയേഷന്റെ അവർ തന്നൊരു ഡെഫിനിഷൻ ആണ്. അതിൽ നമ്മൾ ബേസിക്കലി പറയുന്നത് നമ്മളുടെ ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ട് അല്ലെങ്കിൽ സ്കേസിറ്റി ഓഫ് റിസോഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ അതിനെ അലോക്കേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. ഇക്കണോമിക്സ് ജസ്റ്റ് നമ്മൾ ഈ സ്കേസിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെ റിസോഴ്സ് വളരെ എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളിപ്പം ആ ഡെഫിനിഷനെ കുറച്ചുകൂടി ബ്രോഡർ ആയിട്ട് എസ്പെഷ്യലി ഹെറ്ററോഡോക്സ് എക്കണോമിക്സ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഇപ്പൊ കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടാണ് എക്കണോമിക്സിനെ മനസ്സിലാക്കുന്നത്. അത് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, നമ്മുടെ ഹെൽത്ത്, ജെൻഡർ പോലത്തെ പ്രശ്നങ്ങള്, കുറച്ചുകൂടെ അത് നമ്മൾ ഇന്റർഡിസിപ്ലിനറി ആയിട്ട് നമ്മൾ ഇക്കണോമിക്സിനെ മാറ്റിയിട്ടുണ്ട്. അതിൽ പൊളിറ്റിക്കൽ ഇക്കോണമിയും സോഷ്യോളജി ഒക്കെ വളരെ ക്ലോസ് ഇന്റർവെന്റ് ആയിട്ട് നമ്മൾ ഇതിനെ വളരെ ബ്രോഡർ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളൊരു ഇക്കണോമിക്സിൽ UG കഴിയുമ്പോഴേക്കൊക്കെ നമുക്ക് ഇത്തരം എല്ലാ സ്കൂൾസിനെയും കുറിച്ച് നമുക്ക് ചെറിയൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ നന്നാവും. നമ്മുടെ ഇപ്പം മെയിൻ ആയിട്ടുള്ള മെയിൻ സ്ട്രീം ഇക്കണോമിക്സ് ഒക്കെ നമ്മൾ ന്യോ ക്ലാസിക്കലാണ് പഠിക്കുന്നത്. നമ്മൾ മാർക്കറ്റ് സെന്റേർഡ് ആയിട്ടുള്ള എക്കണോമിക്സ് ആണ് നമ്മൾ മൈക്രോ ലൊക്കെ നമ്മൾ തുടക്കത്തിൽ പഠിച്ചു വരുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ അതിന് പ്ലൂറലിസ്റ്റ് എക്കണോമിക്സിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോ ഞാൻ UG ഫസ്റ്റ് ഇയർ ഈ ജാർഗൺസ് ഒക്കെ പറയുന്നത് നമ്മളൊന്ന് ഫെമിലിയർ ആവാം. ഫെമിലിയർ നിങ്ങളുടെ ഗൂഗിൾ യൂസ് ചെയ്തിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ അതിനെ ഒന്നുകൂടെ അഡ്വക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ്. നമ്മൾ പലതരത്തിൽ ഇക്കണോമിക്സിനെ ഇപ്പൊ ആളുകൾ പ്രത്യേകിച്ച് ഗ്ലോബൽ ലെവൽ പഠിക്കുന്നുണ്ട്.
അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളുടെ ഇപ്പൊ മെയിൻ സ്ട്രീമുള്ള ടെക്സ്റ്റ് ബുക്സിൽ പറയുന്നത് അതേ രീതിയിൽ നമ്മൾ പഠിക്കാതെ നമുക്ക് ഒരുപാട് ആ, മറ്റ് അപ്രോച്ചസ് നമുക്ക് എക്കണോമിക്സിനെ പഠിക്കാൻ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മൾ അതുകൂടെ യൂസ് ചെയ്താൽ ചിലപ്പോൾ ഒന്നുകൂടെ എളുപ്പത്തിൽ നമുക്കിത് പഠിക്കാൻ പറ്റും. കാരണം നമ്മുടേതല്ലാത്ത കുറെ എക്സാമ്പിൾസ് വെച്ച് പഠിക്കുന്നതിനേക്കാളൊക്കെ നമ്മളെ റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒന്നുകൂടെ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുക, നമുക്ക് ഒന്നുകൂടെ ഇത് നമുക്ക് നമ്മുടെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ വാട്ട് ഡു എക്കണോമിക്സ് ഡു എന്നൊരു ക്വസ്റ്റ്യൻ. നമ്മളിപ്പം എക്കണോമിക്സ് പഠിച്ച അല്ലെങ്കിൽ ഒരു എക്കണോമിക്സ് ആണ് നമ്മൾ UGക്ക് പഠിക്കുന്നത് അല്ലെങ്കിൽ PGക്ക് നമ്മൾ എക്കണോമിക്സ് ആണ് പഠിക്കുന്ന ആളുകൾ സാധാരണ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് എക്കണോമിക്സ് പഠിച്ചാൽ നമ്മളാവുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു എക്കണോമിക്സ് ചെയ്യുക എന്ന് നിരന്തരം ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതില് എല്ലാം നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ പുതുതായിട്ടൊന്നുമില്ല. നമുക്ക് പ്രൊഫസർ ആവാം, അല്ലെങ്കിൽ ലെക്ചർ ആവാം, ടീച്ചിങ് ഉണ്ട്. അതുപോലെ ഗവൺമെന്റ് അഡ്വൈസേഴ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഡെവലപ്മെന്റ് പ്രാക്ടീഷണേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അക്കാഡമിക് റിസർച്ച് നമുക്ക് ഇൻഡിപെൻഡന്റ് അക്കാഡമിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് അത് അക്കാഡമിയിൽ മാത്രമല്ല മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, പോളിസി അനലിസ്റ്റ് ആയിട്ട് അത് ഗവൺമെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യാം. ഒരുപാട് NGOs ഉണ്ട് ഓരോ പോളിസീസിനെ റിവിഷൻ ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന, അല്ലെങ്കിൽ ഓരോ പോളിസീസിന്റെ അതിന്റെ ഒരു ഇമ്പാക്ട് പഠിക്കുന്ന പോളിസി അനലിസ്റ്റ് ആകാം. നമുക്കിനി ഫിനാൻഷ്യൽ മാർക്കറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ റിസ്ക് അനലിസ്റ്റ്, ഇക്വിറ്റി അനലിസ്റ്റ്, ഇനി ഒരു ഇൻഷുറൻസ് സെക്ടറിലേക്ക് പോവുകയാണെങ്കിൽ ആക്ച്വറിയൽ എക്കണോമിസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ്, ബിസിനസ് കൺസൾട്ടന്റ്, അതുപോലെ നമുക്ക് ഒരു ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ജേർണലിസ്റ്റ്. ഇങ്ങനെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് സാധ്യതകളാണ് ഒരു എക്കണോമിക്സ് UG കഴിയുന്നത്, അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ PG കഴിയുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ഒരുപാട് സാധ്യതകളാണ് നമുക്കുള്ളത്. നമുക്ക് എക്കണോമിക്സിന്റെ പ്രത്യേകത, എക്കണോമിക്സ് ഒരു BA എക്കണോമിക്സ് ആണ് നമ്മൾ പറയുന്നെങ്കിലും അതിനൊരു സയൻസ് സബ്ജക്റ്റ് ആയിട്ടാണ് പലരും കാണാറുള്ളത്. അതൊരു ആർട്സ് സബ്ജക്റ്റും സയൻസ് സബ്ജക്റ്റും ആയിട്ട് നമുക്ക് എക്കണോമിക്സിനെ മനസ്സിലാക്കാനും പറ്റും. എക്കണോമിക്സിന്റെ ഒരു ഇത്രയും വൈഡർ ആയിട്ട് ഒരു ഡിസിപ്ലിൻ ആയിട്ട് എക്കണോമിക്സ് ഇന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു താല്പര്യവും നമുക്ക് അത്രയും വൈഡർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം ചിലർക്ക് ഒന്നുകൂടെ ഇതൊരു ആർട്സ് സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാനായിരിക്കും താല്പര്യം. അവർക്ക് ഒന്നുകൂടെ എക്കണോമിക്സിന് ഒരു ഡെവലപ്മെന്റ് എക്കണോമിക്സിന്, അല്ലെങ്കിൽ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി, അതിന്റെ ഒരു ഫിലോസഫി, അത്തരം കാര്യങ്ങൾ പഠിക്കാനായിരിക്കും. ചിലർക്ക് ഒന്നുകൂടെ അതിന്റെ ഒരു മാർക്കറ്റ് സൈഡ്, അതിന്റെ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ്, ആക്ച്വറൽ എക്കണോമിക്സ്, അല്ലെങ്കിൽ അത്തരം സൈഡിലേക്ക് ചിലർക്ക് അതിന്റെ പ്യുവർ എംപിരിക്സ്, മാത്തമെറ്റിക്കൽ എക്കണോമിക്സ് പഠിക്കാനായിരിക്കും താല്പര്യം. അങ്ങനെ നമുക്ക് ഇക്കണോമിക്സിൽ ഒരുപാട് വൈഡർ ആയിട്ടുള്ള നമ്മളുടെ ഓരോ സ്കില്ലും, നമുക്കുണ്ടാകുന്ന ഓരോ സ്കില്ലും നമുക്ക് എന്താ പറയാ വളരെ ലൈക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ഒരു ഡിസിപ്ലിൻ ആയിട്ട് എക്കണോമിക്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ജസ്റ്റ് എന്താ പറയാ ഇന്ന് ഞാൻ ഉണ്ടാക്കിയൊരു PPT ആണ്. അപ്പം വളരെ പെട്ടെന്ന് ആഡ് ചെയ്തൊരു 10-12 പ്രൊഫഷൻസ് ആണ് നമുക്ക് ഒരു എക്കണോമിക്സ് പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷൻസ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നതിൽ BA എക്കണോമിക്സിന് ജോയിൻ ചെയ്ത ആളുകൾ കൂടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ ഇക്കണോമിക്സിൽ ഇന്ത്യയിൽ നമുക്ക് അതായത് ഒരു BA എക്കണോമിക്സ് കഴിഞ്ഞ ആൾക്ക് സാധ്യതയുള്ള, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാസ്റ്റേഴ്സ് കോഴ്സുകളാണ്. ഒന്ന് MA എക്കണോമിക്സ് ഫോർ ഷുവർ. MA എക്കണോമിക്സിന് നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അത് JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, AMU, പോണ്ടിച്ചേരി, അങ്ങനെ നമുക്ക് പരിചയമുള്ള, നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അറിയാം. മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, ഹരിയാന, തമിഴ്നാട്, കേരള പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. പിന്നെ IGIDR ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് MA എക്കണോമിക്സ് ചെയ്യുന്നതിൽ. ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് റിസർച്ച് മുംബൈയിലുള്ളതാണ്. RBI ഡയറക്ടറേറ്റ് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ISI
ഡൽഹിയിലും കൊൽക്കത്തയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. പിന്നെ ഐ ഐ ടി മദ്രാസ്, കാൺപൂർ, റൂർക്കി, അങ്ങനെ പല IITs MA എക്കണോമിക്സ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി, മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി, MA എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മളൊരു BA ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ഇനി ഒരു MA എക്കണോമിക്സ് ചെയ്യണമെന്നാണ് നമ്മുടെ താല്പര്യമെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണിത്. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് പറഞ്ഞിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് അസ്യൂം ചെയ്തതുകൊണ്ടാണ്. മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ MA എക്കണോമിക്സ് ഉണ്ട്. എല്ലാവരുടെയും കുഴപ്പമില്ലാത്ത നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്നാലും JNU, DU ഒക്കെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെയാണ്. പിന്നെ നമുക്ക് MA എക്കണോമിക്സ് അല്ലാതെ നമുക്കൊരു എക്കണോമിക്സ് ഗ്രാജുവേറ്റിന് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കോഴ്സസ് ഒന്ന് MA ഇൻ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആണ്. MA ഇൻ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഒന്നുകൂടെ അതൊരു ഇക്കണോമിക്സ് ഒന്നുകൂടെ ഇന്റർഡിസിപ്ലിനറിയിലേക്ക് പോവാണ്. നമ്മളവിടെ ഒന്നുകൂടി സോഷ്യോളജി, ഹിസ്റ്ററി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇന്റർഡിസിപ്ലിനറി നാച്ചുറലിലേക്ക് നമ്മുടെ ഒരു ഡിസിപ്ലിനെ കൊണ്ടുപോവാണ്. MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ ഒന്നുകൂടെ ഡെവലപ്മെന്റ് എക്കണോമിക്സ് പഠിക്കും. അതിൽ നിന്ന് സോഷ്യോളജി അതിന്റെ ഒരു ഇന്റർസെക്ഷൻ പഠിക്കും. അപ്പം നമ്മുടെ എക്കണോമിക്സ് നമുക്കറിയാലോ, നമ്മുടെ ഒരു പ്രോബ്ലം നമ്മൾ ഒരു പ്യൂർ ഇക്കണോമിക് ലെൻസിലൂടെ മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അതിൽ ചെറിയ പരിമിതികൾ ഉണ്ടാവും. നമ്മളതിൽ എൻവിറോൺമെന്റ് നോക്കണം, ഇക്കോളജി നോക്കണം, നമ്മളതിൽ പൊളിറ്റിക്സ് നോക്കണം, അതിൽ ഹിസ്റ്ററി നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ഡെവലപ്മെന്റൽ സെക്ടറിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള, മറ്റൊരു പോളിസി മേക്കിങ്ങിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റിയ കോഴ്സുകളാണ് MA ഡെവലപ്മെന്റ് സ്റ്റഡീസ്. ഇന്ത്യയിൽ MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന IIT ഗുവാഹത്തിയാണ്. IIT മദ്രാസ് റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടിസ് നമുക്കറിയാം, ടിസ് ആണ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ IIT ഹൈദരാബാദില് MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്. പിന്നെ ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്. പിന്നെ നമുക്കൊരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇതിലേക്കാണെന്നൂടെ നമ്മുടെ എക്കണോമിക്സ് നമ്മുടെ UG കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാണ് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് മാനേജ്മെന്റിലേക്കാണ് എങ്കിൽ നമുക്ക് MBA നല്ലൊരു ഓപ്ഷനാണ്. MBA ഒബ്വിയസ്ലി IIMs, അതുപോലെ ഫാക്കൽറ്റി ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് FMS ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള, പിന്നെ NITs, പല IITs ഒക്കെ MBA കൊടുക്കുന്നുണ്ട്. പിന്നെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, HCU പോലുള്ള, പോണ്ടിച്ചേരി പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ MBA ഉണ്ട്. അപ്പൊ അതും ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു താല്പര്യം മാനേജ്മെന്റിലേക്കാണെങ്കിൽ നമുക്ക് BA എക്കണോമിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് MBAയിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഡെവലപ്മെന്റ് എക്കണോമിക്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റഡീസ് ഒക്കെയാണ് താല്പര്യമെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ പോപ്പുലേഷൻ സ്റ്റഡീസ് എന്നൊരു ഓപ്ഷൻ ഇന്ത്യയിലുണ്ട്. നമുക്കതിന് IIPS മുംബൈ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്ത്യയിൽ പോപ്പുലേഷൻ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന വളരെ ചുരുക്കം സ്ഥാപനങ്ങളിൽ ഒന്നാണ് IIPS. ഇത് കൂടാതെ കുറെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അത്യാവശ്യം സ്കോളർഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അസിം MG പോലത്തെ, ശിവനാടാറ് പോലുള്ള, അശോക പോലത്തെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ MA എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട്, അല്ലാതെ ഫീസ് വളരെ ഹൈ ആണ്. എന്നാലും അവർക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് BEd ആലോചിക്കാം. നമുക്ക് ടീച്ചിങ്ങിലേക്കാണ് നമുക്ക് ഒരു താല്പര്യം, നമുക്കൊരു UG കഴിഞ്ഞിട്ട് തന്നെ BEd പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് BEd നമുക്കൊരു വഴിയാണ്. ഇനി PhD പ്രോഗ്രാംസ്, നമുക്ക് ഇക്കണോമിക്സ് ഇനി PG കഴിഞ്ഞ MA എക്കണോമിക്സ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു PhD ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് ഒരു എക്കണോമിക്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒന്ന് ഒബ്വിയസ്ലി ഇക്കണോമിക്സ് തന്നെ PhD ചെയ്യാം. അത് ഫസ്റ്റ് വെച്ചു നമ്മൾ പ്രിഫർ ചെയ്യുക IITs. എല്ലാ IITസിലും എക്കണോമിക്സിൽ ഇപ്പം PhD അവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒന്നുകിൽ HSS ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലിബറൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം IITസിൽ നമുക്ക് PhD ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IGIDR മുംബൈയിലുള്ളത്, ISI, IIFT, MSc, GIP, അങ്ങനെ നമ്മൾ നേരത്തെ മാസ്റ്റേഴ്സ് ഇൻ ഇക്കണോമിക്സിൽ പറഞ്ഞ അവിടെ ഒക്കെ നമുക്ക് PhD ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്.
അപ്പൊ നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു PhD കൂടെ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നോക്കേണ്ടത് PhD എന്ന് പറയുമ്പോൾ നമുക്ക് UGC നെറ്റ് ആവശ്യമാണ് എന്തായാലും. നമുക്ക് JRF ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സാധ്യത കൂടുതലാണ്. ഇനി ഗേറ്റ് കൂടെ എഴുതുകയാണെങ്കിൽ IITസിൽ ഒന്നുകൂടെ പ്രത്യേകിച്ച് IITs നമുക്ക് ഒന്നുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഒപ്പം നിങ്ങൾക്ക് അറിയാം ഗേറ്റ് എക്സാം ക്വാളിഫൈഡ് ആണെങ്കിൽ ഒരുപാട് PSUസിലൊക്കെ ഗേറ്റ് വഴി അവര് നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അത് ഞാൻ പിന്നെ ജോബ്സിന്റെ കാര്യത്തിൽ പറയാം ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ നമുക്ക് PhD ചെയ്യാം. IIT ഗുവാഹത്തി, മദ്രാസ്, ടിസ് മുംബൈ, IIT ഹൈദരാബാദ് ഒക്കെയാണ് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ PhD പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. പിന്നെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസും JNU പോലെയുള്ള HCU പോലുള്ള പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസും റീജിയണൽ സ്റ്റഡീസിൽ, അതുപോലെ തന്നെ ഇൻഫോർമൽ സ്ട്രക്ചർ ആൻഡ് ലേബർ സ്റ്റഡീസിൽ ഇതൊക്കെ PhD കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇക്കണോമിക്സ് കഴിഞ്ഞ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം റീജിയണൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ സെന്റേഴ്സിൽ നമുക്ക് PhDക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ IIMSൽ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് ISBസിലൊക്കെ അവര് PhD എന്നല്ല എക്സാക്ട്ലി പറയുക, അവര് ഡോക്ടോറൽ പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫെലോ പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്നാണ്, DPM അല്ലെങ്കിൽ FPM എന്നൊക്കെയാണ് പറയാറ്. അവിടെയും എക്കണോമിക്സിൽ എല്ലാ IIMസിലും എക്കണോമിക്സ് റിസർച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ ലൈക്ക് ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഏരിയ കൂടിയാണ് എക്കണോമിക്സ്. IIM ബാംഗ്ലൂർ, IIM കോഴിക്കോട്, IIM അഹമ്മദാബാദ്, കൽക്കട്ട എല്ലാം ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. നല്ല റിസർച്ച് നടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടുത്തെ ഒന്നുകൂടെ നമ്മൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ചെറുതായിട്ട് അലൈൻ ചെയ്യുന്ന പ്രൊഫസേഴ്സാണ് അവിടെ ഉണ്ടാകാറ്. അപ്പോ നമ്മള് അത്തരം ഇൻട്രസ്റ്റ് ആണ് നമുക്കുള്ളത്, അത്തരം റിസർച്ച് ഇൻട്രസ്റ്റ് ആണ് നമുക്കുള്ളത് എങ്കിൽ നമുക്ക് ലൈക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് IIMs ഒക്കെ. പിന്നെ വേറെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ്, പബ്ലിക് പോളിസി, ഇത്തരം കോഴ്സസ് ഒക്കെ ടിസ് PhD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ എക്കണോമിക്സിൽ PG കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന PhD പ്രോഗ്രാംസ് ആണ്. ഇപ്പം PhD പ്രോഗ്രാംസ് ഞാൻ എക്കണോമിക്സിന്റെ മൊത്തത്തിലുള്ള PhD പ്രോഗ്രാംസ് എവിടെയൊക്കെയാണ് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നെറ്റ് ക്വാളിഫൈ, ഇപ്പം മാസ്റ്റേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ പരമാവധി നെറ്റ് അടുത്ത സൈക്കിൾ തന്നെ എഴുതി തുടങ്ങാം. നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് നെറ്റ് ക്രാക്ക് ചെയ്യുക. JRFോടെ ക്രാക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ലൈക്ക് നല്ലത്. JRFോടെ ക്രാക്ക് ചെയ്യുന്നതാണ്, കാരണം നിങ്ങൾക്ക് ഒന്നുകൂടി അഡ്വാൻറ്റേജ് വരും JRF ഉണ്ടെങ്കിൽ. അങ്ങനെ നിങ്ങൾ നെറ്റ് ക്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്തെങ്കിൽ നിങ്ങൾ ഇവരുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അവരുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്യും PhDയുടെ. അപ്പോ നമ്മളത് വെബ്സൈറ്റ് നോക്കുക. അവരുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എലിജിബിലിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള, ചിലർ ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും, ചിലരുടെ എക്സാം ഉണ്ടാവും, ചിലപ്പം വേറെ എന്തെങ്കിലും ഫിൽട്ടറിംഗ് പ്രോസസ്സ് ഉണ്ടാകും. അപ്പൊ ഇതെന്താണെന്ന് നോക്കുക. നിങ്ങൾ ഏകദേശം നിങ്ങൾ PhD ആണ് നമുക്ക് എനിക്ക് മുമ്പോട്ടുള്ളത്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ PhD ആണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുകയാണെങ്കിൽ നമ്മളൊരു ഏരിയ കണ്ടെത്തുക. ഒരു വളരെ ബ്രോഡ് ആയിട്ടുള്ള ഏരിയ തന്നെ മതി. നിങ്ങൾക്ക് ഒരു മൈക്രോയിൽ എന്തെങ്കിലും ചെയ്യാനാണ്, എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേബറിൽ, അല്ലെങ്കിൽ ഹെൽത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജെൻഡറിലാണ്, അങ്ങനെ നമുക്ക് എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് റിസർച്ച് ചെയ്യാൻ, നമ്മളൊരു ലോങ് പ്രോസസ് ആണല്ലോ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മളൊരു PhD ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ ലൈഫ് ടൈം നമ്മളുടെ ഈ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റിസർച്ച് ചെയ്യലായിരിക്കും. നമ്മളുടെ ഒരു അക്കാഡമിയെ തന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇതായിരിക്കും ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു ഏരിയ, താല്പര്യമുള്ള ഏരിയ, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഏരിയ, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയായിട്ട് നമുക്ക് ആ ഏരിയനെ, അല്ലെങ്കിൽ ആ ഏരിയ ചെയ്യുന്ന റിസർച്ചിന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾ ആ ഏരിയയിലുള്ള പേപ്പേഴ്സ് വായിക്കുക. ആ പേപ്പേഴ്സ് ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും പിന്നെ ആക്സസ് ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക്
ഗൂഗിൾ സ്കോളേഴ്സിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് നമ്മളുടെ ഏരിയ ഏതാണോ നമ്മൾ ഗൂഗിൾ സ്കോളറിൽ അല്ലെങ്കിൽ മറ്റ് ഇത്തരം പ്ലാറ്റ്ഫോംസിൽ സെർച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ ഏരിയയിൽ നടന്ന ലിറ്ററേച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാകും. ആ ലിറ്ററേച്ചേഴ്സ് നമുക്ക് ഒന്ന് നമ്മൾ വായിച്ചിട്ട് നമുക്ക് എന്താണ് മനസ്സിലാകുക നമ്മൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു 4-5 ലിറ്ററേച്ചേഴ്സ് വായിക്കുക, നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഇപ്പം എക്സസ് ലിറ്ററേച്ചേഴ്സ് നടന്നത്, നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നത്. അങ്ങനെ നമ്മൾ ആ ഓരോ ലിറ്ററേച്ചർ നമുക്ക് അവരേതൊക്കെ ലിറ്ററേച്ചറിനെയാണ് സൈറ്റ് ചെയ്തത്, അവരേതൊക്കെ പഠനങ്ങളെയാണ് മെയിനായിട്ട് അല്ലെങ്കിൽ സെമിനലായിട്ട് കണ്ടത്, നമ്മൾ അതിനെ വീണ്ടും അതിനെ വായിക്കുക. അങ്ങനെ നമ്മൾ വായിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി. ഇന്ന ടോപ്പിക്കിൽ ആരും അത്തരം റിസർച്ചുകൾ നടത്തിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു ടോപ്പിക്കിൽ റിസർച്ച് നടത്താം എന്നതിനെ അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മളൊരു നമ്മളൊരു ഒരു 5 ലിറ്ററേച്ചർ വായിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു 10 ലിറ്ററേച്ചേഴ്സ് ആണ് വായിച്ചതെങ്കിൽ നമ്മൾ ആ ഒരു ലിറ്ററേച്ചർ വായിച്ചത് വെച്ചിട്ട് നമ്മളൊരു ചെറിയ പ്രൊപ്പോസൽ ഉണ്ടാക്കുക. പ്രൊപ്പോസൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാവരുടെയും PhDക്ക് പൊതുവെ ഒരു പ്രൊപ്പോസൽസ് ചോദിക്കാറുണ്ട്. പ്രൊപ്പോസൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂസ് ഉണ്ടാകാറുള്ളത്. അപ്പം PhDക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഈ കാര്യം കൂടെ മനസ്സിലാക്കുന്നത് നന്നാവും. അതുകൊണ്ടാണ് ഈ സമയത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്കണോമിസ്റ്റ് എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഫഷനാണ് ഇക്കണോമിസ്റ്റ് ചെയ്യുന്നത് എന്ന്. അതുപോലെ നമ്മൾ എന്തൊക്കെ സെക്ടേഴ്സിലാണ് ഇക്കണോമിസ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ചിലപ്പോ ഒരു ബ്രോഡർ സെക്ടർ നമുക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും, ചിലപ്പം താല്പര്യം ഉണ്ടാവില്ല. ഓരോന്നിന്റെയും വർക്ക് നേച്ചർ ഡിഫറെന്റ് ആണ്. ഓരോന്നിന്റെയും നമുക്ക് ആവശ്യമുള്ള സ്കില്ല് ഇക്കണോമിക്സ് തന്നെ ഓരോന്നിലും നിങ്ങൾക്കൊക്കെ അറിയാം, ഇക്കണോമിക്സിൽ പലതരം സബ്ജക്ട്സ് ഉണ്ട്, പലതരം പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ഓരോ സെക്ടറിൽ വർക്ക് ചെയ്യാനും ചില പേപ്പേഴ്സ് കൂടുതൽ നമുക്ക് എല്ലാത്തിലും ബേസിക് നോളജ് ഉണ്ടാവണം. എന്നാലും ചില സെക്ടേഴ്സിൽ വർക്ക് ചെയ്യാൻ ചില പേപ്പേഴ്സിൽ ചില ഏരിയാസ് കൂടുതൽ നമ്മൾ അറിയേണ്ടിയിരിക്കും. നമുക്ക് ആ ഏരിയാസ് ആണ് താല്പര്യമെങ്കിൽ നമുക്ക് ആ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ അത് നമുക്ക് പ്രിഫർ ചെയ്യാം. അതുപോലെ തന്നെ ആ സെക്ടേഴ്സിൽ ആവശ്യമുള്ള സ്കില്ലും, ഇപ്പം ഒരാൾക്ക് ബാങ്കിങ്, അയാൾക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ മണി ആൻഡ് ബാങ്കിങ് പോലത്തെ പേപ്പേഴ്സ് ആണ് അവർ പഠിച്ചത്. അപ്പം അവർ അത്തരം പേപ്പേഴ്സ് അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് ആ ബാങ്കിങ് നോക്കാം. ഇനി എല്ലാവർക്കും ഇൻഷുറൻസ്, റിസ്ക്, മൈക്രോ എക്കണോമിക്സ് തന്നെ റിസ്ക് ഒക്കെയാണ് അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ അത്തരം ആക്ച്വറിയൽ എക്കണോമിക്സ് ഒക്കെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് സെക്ടറിലേക്ക് നോക്കാം. ഇനിയല്ല അവർക്ക് കുറച്ചുകൂടെ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ കൺസൾട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒക്കെയാണ് താല്പര്യമെങ്കിൽ MNCസിൽ നമുക്ക് നോക്കാം. ഇനി നമുക്ക് മീഡിയയില് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എക്കണോമിക്സ് ജേർണലിസ്റ്റ് ആയിട്ട് നമുക്ക് മീഡിയയിലും അതുപോലെ തന്നെ പല പബ്ലിഷിംഗ് ഹൗസസിലും എഡിറ്റേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അക്കാഡമിയില് ലെക്ചറായിട്ടും റിസർച്ചറായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഗവൺമെന്റ് സെക്ടറിൽ ഒരുപാട് വൈഡർ റേഞ്ച് ഓഫ് തിങ്സ് ഉണ്ട്. നമ്മളത് UPSC മുതൽ ഇങ്ങോട്ട് നമ്മുടെ കേരള PSC നടത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം വരെ നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന ജോലിയാണ്. അതിന് MA എക്കണോമിക്സ് അല്ലെങ്കിൽ BA എക്കണോമിക്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രം ഉള്ള എക്സാംസ് ഒരുപാടുണ്ട്. നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഗവൺമെന്റ് സെക്ടറിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ജോബ്സ് എന്തൊക്കെയാണ് എക്കണോമിക്സ് കഴിഞ്ഞവർക്ക്. അപ്പം ഗവൺമെന്റ് സെക്ടറിൽ ഒബ്വിയസ്ലി നമുക്ക് ഏറ്റവും ടോപ്പിൽ നമുക്ക് പറയാൻ പറ്റുക UPSCയുടെ ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, IES ആൻഡ് ISS ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് UPSC ലെവൽ നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി, നമുക്കൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ NSSO CSO പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് UPSCയുടെ ഈ എക്സാം ഒക്കെ എഴുതാം. നിങ്ങൾ ഒരുപാട് അതിനെക്കുറിച്ചൊക്കെയുള്ള മെറ്റീരിയൽസ്, അതെന്താണ്, അതിന്റെ എക്സാം ഫോർമാറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് പല എക്സാംസ് അല്ലെങ്കിൽ പല അവൈലബിൾ ആയിട്ടുള്ള പല ഡിപ്പാർട്ട്മെന്റുകള് ഗവൺമെന്റ് സെക്ടറിലുള്ള എവിടേക്കാണ് എക്കണോമിക്സ് പ്രത്യേകമായിട്ട് വിളിക്കുന്നത്, എക്കണോമിക്സ് പ്രത്യേകമായിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെയാണ്, ജസ്റ്റ് അതിന്റെ ലിസ്റ്റ് മാത്രം പറയാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്ത് നോക്കിയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായിരിക്കും ഒന്നുകൂടെ നന്നാവും. നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും.
പിന്നെ SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാംസ് ഉണ്ട്. എക്കണോമിക്സ് കഴിഞ്ഞവർക്ക് മാത്രമുള്ള എക്സാംസ് ഉണ്ട്. RBIയുടെ ഗ്രേഡ് ബി എക്സാം, RBI അസിസ്റ്റന്റ് എക്സാംസ് ഉണ്ട്. ഗ്രേഡ് ബി, DEPR, DSIM അതൊക്കെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. DEPR ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ എക്കണോമിക്സ് കഴിഞ്ഞവർക്കുള്ള എക്സാമാണ്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് സാലറി കൊടുക്കുന്ന പോസ്റ്റാണ് അതൊക്കെ. അത് മാത്രമല്ല RBIയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെതായ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ നബാർഡിന്റെ ഗ്രേഡ് എക്സാം ഉണ്ട്. നബാർഡ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ NSSOയുടെ ഇൻവെസ്റ്റിഗേറ്റർ എക്സാം, NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സ്റ്റേറ്റ് PSCകളുടെ അസിസ്റ്റന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എക്സാംസ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് PSC അണ്ടറിൽ റിസർച്ച് അസിസ്റ്റന്റ് എക്സാംസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഒന്ന് ഈ അടുത്ത് PSCയുടെ കഴിഞ്ഞിരുന്നു. പിന്നെ റെയിൽവേയുടെ RRB എക്കണോമിക്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേക എക്സാംസ് നടത്താറുണ്ട്. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് CDS വഴി, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം വഴി എക്കണോമിക്സ് കഴിഞ്ഞ ആളുകളെ പ്രത്യേകം റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. പിന്നെ BSNL, ONGC, NTPC പോലുള്ള നമ്മുടെ PSUs, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അത് PHEL, എല്ലാ PSUസിലും പിന്നെ എക്കണോമിക്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. ചില സ്ഥലങ്ങളിൽ അവർ ഗേറ്റ് എക്സാം സ്കോർ നോക്കാറുണ്ട് റിക്രൂട്ട്മെന്റിന്. എന്താണ് നേരത്തെ പറഞ്ഞത്, ഗേറ്റ് എക്സാം എക്കണോമിക്സിൽ ഉള്ള ആളുകളാണെങ്കിൽ ഗേറ്റ് എക്സാം ക്ലിയർ ചെയ്താൽ നന്നാകും. ഗേറ്റ് എക്സാം ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ ആ ഒരു ഗേറ്റ് ക്വാളിഫയർ ആണെങ്കിൽ നിങ്ങൾക്ക് PSUസിലേക്ക് എന്തൊക്കെയോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ പല PSUസും ഗേറ്റ് ക്വാളിഫയർ ആണോ നോക്കിയിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്യാറ്. പിന്നെ ഇൻഷുറൻസ് സെക്ടറിലേക്ക് AO എക്സാംസ് എക്കണോമിക്സ് കഴിഞ്ഞ ആളുകളെ പ്രത്യേകമായിട്ട് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെയും ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെയൊക്കെ അവർ എക്കണോമിക്സ് കഴിഞ്ഞ ആളുകളെ റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്, അതുപോലെ PM-ന്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് ലേബർ, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ്, പിന്നെ മറ്റ് കോൺസുലേറ്റ്സ്, എംബസീസ് ഒക്കെ എക്കണോമിക്സ് കഴിഞ്ഞ ആളുകളെ പല പോസ്റ്റുകളായിട്ട് വിളിക്കാറുണ്ട്. നമ്മള് എക്കണോമിസ്റ്റ് ആയിട്ട് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ കൺസൾട്ടന്റ് ആയിട്ട് വിളിക്കാറുണ്ട്, റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വിളിക്കാറുണ്ട്. അപ്പോ ഇത്തരം ഈ വെബ്സൈറ്റ്സ് ഒക്കെ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റ്സ് ഒക്കെ അവരുടെ അതിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ, എന്തിനൊക്കെയാണ് നടക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. നമുക്ക് മനസ്സിലാവും അവരുടെ എക്സാംസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ആണോ, അതിന് നമ്മൾ ആവശ്യമുള്ള എക്കണോമിക്സിന് പുറമെ നമുക്ക് വേറെ എന്തെങ്കിലും സ്കില്ലുകൾ ആവശ്യമുണ്ടോ, നമ്മളുടെ അവരുടെ എലിജിബിലിറ്റി ഓക്കെ ആണോ, അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ പല കോൺസുലേറ്റ്സും ഞാൻ 1 year 2 year കോൺട്രാക്ട് ഒക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വെബ്സൈറ്റുകൾ നോക്കുക, ഫ്രീക്വന്റ് ആയിട്ട് അത്തരം സാധനങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് നമുക്ക് സാധ്യതകൾ ഇതിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞ കൂടെ അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് സംതിങ് അങ്ങനെ എന്തോ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലും ഇക്കണോമിക് ഡിപ്പാർട്ട്മെന്റ്, ഇക്കണോമിക് യൂണിറ്റ് സെക്ഷൻ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം അവിടെയൊക്കെ അവര് സമ്മർ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ മന്ത്ലി ഇന്റേൺഷിപ്പ് ഒക്കെ അവർ കൊടുക്കാറുണ്ട്. അപ്പോ നിങ്ങള് ഒരു സമ്മർ വെക്കേഷനിൽ ഒരു 1 month ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അവർക്ക് മെയിൽ അയച്ച് നോക്കുക. അവർ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, പലരും ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്. അതായത് നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ അക്കാഡമിയിൽ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ഒരു ഒരു ഗവൺമെന്റ് സെക്ടറിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. നമുക്ക് അതുപോലെ തന്നെ നല്ല കണക്ഷൻ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഹയർ അതോറിറ്റീസ് ആയിട്ടൊക്കെ നമുക്കൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മളെ പല രീതിയിലും പിന്നീട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് നമുക്ക് ഇന്റേൺഷിപ്പ് ഞാൻ വേറെയും കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പരിചയപ്പെടുത്താം. ആ സമയത്ത് നമുക്ക് പിന്നെ
ഇന്റേൺഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ അവിടെ പറയുന്നതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഈ മിനിസ്ട്രീസ് പറഞ്ഞപ്പം ആ, സൂചിപ്പിച്ചതാണ്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ. കാരണം നമ്മൾ എക്കണോമിസ്റ്റുകളാണ്, അല്ലെങ്കിൽ നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന ആളുകളാണ്. നമുക്ക് അറിയാം ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലാണ്. അത് നമ്മളുടെ ആ, പല റീസൺസ് നമ്മൾ പറയുമെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു മാക്രോ എക്കണോമിക് ഇഷ്യൂ ആണ് ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ കൂടുതൽ സ്കിൽ ഉണ്ടാക്കുക, കൂടുതൽ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നൊക്കെ ചെയ്ത് മാത്രമേ നമുക്ക് ആ ഒരു ജോബ് മാർക്കറ്റിൽ നമുക്ക് ഒന്നുകൂടെ എക്സൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജോബ് മാർക്കറ്റിൽ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്റേൺഷിപ്പിന്റെ കാര്യം സൂചിപ്പിച്ചത്. പിന്നെ ഇന്ത്യയിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഡെവലപ്മെന്റൽ ഇഷ്യൂസ് അതിൽ ബന്ധപ്പെട്ട്, എക്കണോമിക് പോളിസീസായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇതിലായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒന്ന് ലിസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. പിന്നെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഇക്കണോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ടുള്ള. ഒന്ന്, ഞാൻ ബ്രോഡറായിട്ട് ഇക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും, ഏകദേശം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെയും ലിസ്റ്റ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ഒരു ഏരിയ നിങ്ങൾ ചെറുതായിട്ട് മനസ്സിലാക്കി വരും. നിങ്ങളൊരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് ഏതാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. ഇത്തരം ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന എക്കണോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അവർ എന്തൊക്കെ പേപ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അവരെന്തൊക്കെ റിസർച്ച് ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സെമിനാർസ് ഉണ്ടോ, അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് ഉണ്ടോ. ഇപ്പൊ ഞാനിപ്പോ UG സെക്കൻഡ് തേർഡ് ഇയർ ആണെങ്കിൽ പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും വർക്ക്ഷോപ്സ് അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ്സ് അവിടെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഓൺലൈൻ പലതും ഇപ്പൊ വെബിനാർസ് ആയിട്ടാണ് നടത്താറ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെബിനാർസ് അറ്റൻഡ് ചെയ്യുക. അവിടെയുള്ള ആളുകളായിട്ട് അവര് പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചിട്ട് മെയിൽ അയക്കുക, അവരുടെ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ എക്കണോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. കാരണം വളരെ വൈഡറായിട്ട് ഒരുപാട് റിസർച്ച് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ഏത് ഏരിയയിലാണെങ്കിലും, നമ്മളൊരു ഡെവലപ്മെന്റ് എക്കണോമിക്സ് ഏരിയയിലാണെങ്കിലോ, നമ്മളല്ല പബ്ലിക് ഫൈനാൻസിന്റെ ഏരിയയിലാണെങ്കിലോ, മാർക്കറ്റ് സൈഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആ സൈഡിലാണെങ്കിലും, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് സൈഡിലാണെങ്കിലൊക്കെ വളരെ വൈഡറായിട്ട് റിസർച്ച് പേപ്പേഴ്സ് ഓരോ വർഷവും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും. നമ്മൾ ഇപ്പൊ ഞാൻ ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗിഫ്റ്റ് ഉണ്ട്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ട്രിവാൻഡ്രത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. ഗുലാത്തി എല്ലാ ആഴ്ചയിലും കേരള അവരുടേതായ ഒരു ബ്രീഫ് റിപ്പോർട്ട്സ് അവർ ഇറക്കാറുണ്ട്. ഇന്ത്യൻ എക്കണോമിന്റെ ഒരു ബ്രീഫ് റിപ്പോർട്ട്സ് അവർ ഇറക്കാറുണ്ട്. അതുപോലെ തന്നെ കേരള എക്കണോമിന്റെ പല പേപ്പേഴ്സ് അവർ ചെയ്യാറുണ്ട്. CDS നിരന്തരം കേരളമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ CDSലും നമുക്കൊക്കെ ഇവിടുന്ന് ട്രിവാൻഡ്രത്താണ്, അപ്പം പോകാനൊക്കെ സൗകര്യമാണ്. നല്ല വർക്ക്ഷോപ്സ് ഒക്കെ നടത്താറുണ്ട്. പിന്നെ അപ്പം അത്തരം വെബ്സൈറ്റ്സ് ഒക്കെ ആയിട്ട്, അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് ഫെമിലിയർ ആവാം. അവരുടെ വെബ്സൈറ്റ്സ് ഒക്കെ ഫ്രീക്വന്റ്ലി ചെക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ അതിന്റെ ലിസ്റ്റ് വായിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് മറ്റും എടുത്തു വെക്കാം. ഏകദേശം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പിന്നെ ഉള്ളത് നമുക്ക് PGക്ക് ശേഷം MA എക്കണോമിക്സ് കഴിഞ്ഞാൽ ഇവിടെ പല സ്ഥലത്തും ഞാൻ പറഞ്ഞത് ഇവിടെ നിരന്തരം റിസർച്ചുകൾ അവർ നടത്താറുണ്ട് എന്നുള്ളത്. ഇവരൊക്കെ RA പൊസിഷനിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വിളിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഇത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തോളം RA ആയിട്ട് വർക്ക് ചെയ്താണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് നമ്മളൊരു PG കഴിഞ്ഞ്, എൻ്റെ ഒരു കൺഫ്യൂഷൻ അതായിരുന്നു. ഞാൻ PG കഴിഞ്ഞ് പിന്നെ ഇനി PhD ചെയ്യണോ വേണ്ടിയോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് PhD നടക്കുമോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാൻ 1 ഇയർ വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ അതൊരു 1 ഇയർ കമ്മിറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നുള്ളൂ. മറ്റേ നമ്മളൊരു 5 ഇയർ കമ്മിറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ 1 ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും RA പൊസിഷൻസ് വിളിക്കേണ്ട അവരുടെ വെബ്സൈറ്റ്സിൽ അവര് നോട്ടിഫിക്കേഷൻസ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പിന്നെ നമുക്ക് മനസ്സിലാവും.
സ്റ്റാറ്റിസ്റ്റിക്കൽ ISIയിലൊക്കെ നല്ല റിസർച്ച് നടത്താറുണ്ട്. പിന്നെ IGIയുടെ മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. RBI ഡയറക്ടർ നടത്തുന്നതാണ്. പിന്നെ ബാംഗ്ലൂരിലുള്ള ഐസക്ക്, ഡൽഹി ഹൈദരാബാദിലെ സെസ് സെന്റർ ഫോർ എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ സയൻസ്, CDS ഡൽഹിയിലും ഹൈദരാബാദുള്ളത്, CPR ഡൽഹിയിലുള്ളത്, NIRT ഹൈദരാബാദിലുള്ളത്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ RA പൊസിഷൻസ് ഇവിടെ ഉണ്ടാകും. നമ്മൾ പഠിച്ചിറങ്ങി നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു ജോലി പെട്ടെന്നൊരു ഒരു എക്സ്പീരിയൻസ് വേണം, എന്നിട്ട് നമുക്ക് PhD വേണോ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്കൊരു മോണിറ്ററി ഒരു ഇൻകം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാവും. അപ്പം ഇത്തരം RA പൊസിഷൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ 1 year വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കേപ്പബിലിറ്റി റിസർച്ചിലാണെങ്കിൽ നമ്മുടെ ഒരു ഏരിയ റിസർച്ച് ആണോ, അതുപോലെ തന്നെ ഇവിടെയൊക്കെ സീനിയർ റിസർച്ചേഴ്സ് ഉണ്ടാകും. അവരുടെ അണ്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം അവരായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാക്കാം. അതൊരു നല്ല നെറ്റ്വർക്കിംഗ് ആയിരിക്കും. ആ കണക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് PhD നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറത്ത് തന്നെ PhDക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇക്കണോമിക്സ് ഇത്തരം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇൻഡസ്ട്രീസ്, നമുക്ക് ഇനി എല്ലാ MNCയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ MNCകളും എല്ലാ കമ്പനീസും എക്കണോമിസ്റ്റുകളെ വിളിക്കാറുണ്ട്. പല പോസ്റ്റിൽ കൺസൾട്ടന്റ് ആയിട്ടും ഡാറ്റ അനലിസ്റ്റ് ആയിട്ടും ഇക്കണോമിസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കാറുണ്ട്. ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള കുറച്ച് കമ്പനീസ് ജസ്റ്റ് ഞാനൊരു ലിങ്കിൽ നോക്കിയപ്പം കണ്ടു. അത് കോപ്പി ചെയ്ത് വെച്ചാണ്. ലൈക്ക് ഇതില് ഇപ്പം ഓപ്പണിംഗ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്ന കുറച്ച് കമ്പനീസ്, ബാക്കി ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ട കമ്പനീസും ലിങ്ക്ഡിനിൽ കണ്ട കമ്പനീസ് ഒക്കെ എക്കണോമിസ്റ്റ് പൊസിഷനിൽ വിളിച്ച കമ്പനീസ് ഒക്കെ നോക്കിയപ്പം ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താണ്. നിങ്ങൾക്ക് അറിയായിരിക്കും പലതും ഗ്ലോബൽ റിനോൺഡ് കമ്പനീസ് ആണ്. അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കുറേ ഉണ്ട്. ഞാൻ കുറച്ച് മാത്രം എഴുതിയിട്ട് UNDP ഉണ്ട്, UNICEF ഉണ്ട്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, IMF, ജയപാൽ, ഇൻക്ലൂഷൻ എക്കണോമിക്സ്, യെയിലിന്റെ ഡെവലപ്മെന്റ് ഡാറ്റ ലാബ്, ഇവരൊക്കെ ഇക്കണോമിക്സ് കഴിഞ്ഞ ആളുകളെ MA എക്കണോമിക്സ് കഴിഞ്ഞ ആളുകളൊക്കെ വിളിക്കാറുണ്ട്. RA പൊസിഷനിലൊക്കെ വിളിക്കാറുണ്ട്. എക്കണോമിസ്റ്റ് ആയിട്ട് വിളിക്കാം. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എക്കണോമിസ്റ്റ് ആയിട്ടും സീനിയർ എക്കണോമിസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കാറുണ്ട്. അപ്പോ ഇതും നമുക്ക് നോക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഇതാണ് ഒരു കരിയർ ഒരു സാധ്യതകൾ. ഒരു എക്കണോമിക്സ് MA എക്കണോമിക്സ് കഴിഞ്ഞ ആളുകൾക്ക് ഉള്ള സാധ്യതകൾ. ഇത് കൂടാതെ നമുക്ക് ടീച്ചിങ് ഉണ്ട്. ടീച്ചിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ടീച്ചിങ് നമുക്ക് ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ അതിന്റെ മുകളിലോട്ട് നമുക്ക് ഹയർ സെക്കൻഡറി താഴോട്ട് നമുക്ക് പഠിപ്പിക്കാം. MA എക്കണോമിക്സ് കഴിഞ്ഞ ആളുകൾക്ക് അതിന്റെ എലിജിബിലിറ്റി ഏതാണോ, B.Ed ആണോ അല്ലെങ്കിൽ മറ്റേത് എലിജിബിലിറ്റി ആണ് നമുക്ക് ആവശ്യം, മറ്റ് ടെസ്റ്റുകൾ എഴുതി നമ്മൾ പാസ് ആണെങ്കിൽ നമുക്ക് ടീച്ചിങ് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ത്യക്ക് പുറത്തും ടീച്ചിങ് ഒരുപാട് സാധ്യതയുള്ള ഏരിയ ആണ്. നമുക്ക് ടീച്ചിങ് ആണ് താല്പര്യമെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. അതാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത, നമുക്കൊക്കെ വളരെ ബേസിക് ആയിട്ട് അറിയാം എന്ന് കരുതുന്നതുകൊണ്ടാണ്. പിന്നെ ടെക്നിക്കൽ സ്കിൽസ് ഞാൻ പറഞ്ഞു. നമ്മൾ ഇത്തരം സാധ്യതകൾ നമ്മളെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ആളുകൾ എക്കണോമിക്സ് പഠിച്ചിറങ്ങുന്നുണ്ട് ഓരോ വർഷവും. നമ്മളും അവിടത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് പിന്നെ കുറെ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതിൽ പ്രധാനമായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ളത്, നമ്മളൊരു എക്കണോമിക്സ് പഠിച്ച ആളുകളല്ല, ഇന്നത്തെ കാലത്ത് നമ്മളൊരു ലാപ്ടോപ്പ് മറ്റൊക്കെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ്, അത് നമ്മൾ നല്ല രീതിയിലൊരു വേർഡ് ഡോക്യുമെന്റ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് വളരെ ബേസിക് സാധനമാണ്. അത് അലൈൻമെന്റ് സെറ്റ് ചെയ്യുക, അതിൻ്റെ പിന്നെ ഓരോ ഡിഫറെന്റ് ഫോൺസ് ഉപയോഗിക്കുക, അത് സെയിം ഫോണ്ട് ഉപയോഗിക്കുക, ആ ഫോണ്ട് എങ്ങനെ നമ്മളെ ഹെഡിങ് എങ്ങനെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റിഫൈഡ് അലൈൻമെന്റിലാക്കി മാറ്റുക, അങ്ങനെ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നമ്മളൊരു സെലക്ഷൻ പ്രോസസ്സിൽ പോലും അവർ ഡോക്യുമെന്റ് നമ്മളോട്
നമുക്കൊരു ഡാറ്റയോ അല്ലെങ്കിൽ നമുക്കൊരു റിപ്പോർട്ടോ തരും, അതിന്റെ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു പോളിസി പേപ്പർ നമുക്ക് തരും, അതൊന്ന് റിവ്യൂ ചെയ്ത് കൊടുക്കാനൊക്കെയാണ് നമ്മൾ സമ്മറൈസ് ചെയ്ത് കൊടുക്കാനൊക്കെയാണ് നമ്മളോട് പറയുക പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും. അപ്പം അവിടെയൊക്കെ നമ്മൾ ഒരു വേർഡിൽ നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നമുക്ക് ലൈക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വേർഡ് മാത്രമല്ല, പുറമെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ എക്സല് പ്രത്യേകിച്ച് നമ്മൾ എക്കണോമിക്സ് കഴിഞ്ഞ ആളുകൾ, എക്കണോമിക്സിലുള്ള ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് എക്സൽ എന്ന് പറയുന്നത്. എക്സല് നല്ലൊരു ഒരു ബേസിക് ഇന്റർമീഡിയറ്റ് സ്കില്ലെങ്കിലും എക്സൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ട് ലെവൽ പോകേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ബേസിക് അഡ്വാൻസ്ഡ് പോകുന്നത് കൊണ്ട് മോശമൊന്നുമില്ല, ലൈക്ക് ഒബ്വിയസ്ലി നല്ലതാണ്. പക്ഷെ ബേസിക് ഒരു ഇന്റർമീഡിയറ്റ് ലെവലെങ്കിലും നമ്മൾ എക്സൽ നമ്മൾ പഠിക്കണം. പിന്നെ മറ്റ് മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് ഒക്കെ ഒന്ന് നമ്മൾ ഫെമിലിയർ ആകാം, എല്ലാവർക്കും അറിയുന്നതാണ്, ജസ്റ്റ് ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ക്ലോസ്ലി നിൽക്കുന്ന ഒരു ഡിസിപ്ലിനാണ് സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മുടെ എക്കണോമിക്സിന്റെ ഭാഗമാണ്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നമ്മളിപ്പം പേപ്പറിൽ അല്ലെങ്കിൽ നമുക്ക് വളരെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് റിഗ്രഷൻ നോട്ടിൽ എഴുതാൻ പറ്റും. നമുക്കൊരു 10 ഡാറ്റ സെറ്റ് തന്നാൽ അല്ലെങ്കിൽ 100 ഡാറ്റ സെറ്റ് തന്നാൽ നമുക്ക് അതിൻ്റെ ഒരു റിഗ്രഷൻ നമുക്കൊരു പേപ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിലും വലിയ ഡാറ്റ സെറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഡാറ്റ സെറ്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് മീൻ, മീഡിയം, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി അല്ല അതിന്റെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളൊരു കുറച്ചുകൂടെ ഞാൻ വിചാരിക്കുന്ന MA എക്കണോമിക്സ് ഒക്കെ തുടങ്ങിയ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തുകയാണ്. അപ്പോ അത്തരം കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റേറ്റ, SPSS, ഗ്രെറ്റ്, ലീവ്യൂസ്, എല്ലാ സോഫ്റ്റ്വെയർസ് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അതിലൊരു ഇന്റർമീഡിയറ്റ് നോളജ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതായത് സോഫ്റ്റ്വെയർസിന്റെ ഒരുപാട് നോളജിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പം ChatGPT ഒക്കെ അവൈലബിൾ ആയ, അല്ലെങ്കിൽ അത്തരം AI ടൂൾസ് ഒക്കെ അവൈലബിൾ ആയതിനു ശേഷം നമുക്ക് കോഡ്സ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ, അല്ലെങ്കിൽ സ്റ്റേറ്റയിലൊക്കെ ഓൺലൈൻ തന്നെ കോഡ്സ് അവൈലബിൾ ആണ്. സ്റ്റേറ്റയിൽ തന്നെ കോഡ്സ്, നമുക്ക് ആവശ്യമുള്ള കോഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ അതിന്റെ ഒരു കോൺസെപ്റ്റ്സ്, നമ്മൾ എന്താണ് സ്റ്റോറി, നമ്മൾ ഇതിലേക്ക് ചെയ്യുന്ന സ്റ്റോറീസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. കാരണം ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും, ഇന്ത്യയിലുള്ള എല്ലാ എക്കണോമിക്സ് മാസ്റ്റേഴ്സ് UG ലെവൽ എല്ലാവരെയും ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ മാർക്കറ്റിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം ഇത്തരം സോഫ്റ്റ്വെയർസ് നമ്മൾ ഫെമിലിയർ ആവുക, ഈ സോഫ്റ്റ്വെയർ എന്താണ് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇതിലൊരു സോഫ്റ്റ്വെയർ എങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കുക. പലതും നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് അവൈലബിൾ ആണ്. ഒരുപാട് പിന്നെ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളൊന്നുമല്ല. നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് വീഡിയോസ് അവൈലബിൾ ആണ്. 1-2 ദിവസം ഇരുന്നിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏതെങ്കിലും നിങ്ങൾ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലാറ്റ്ഫോംസ്, ലിങ്ക്ഡിനിലൊക്കെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്ക് എന്താ സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി. അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിലേതെങ്കിലും, ഈവൻ എക്സൽ ആണെങ്കിൽ പോലും, എക്സലിൽ നമുക്കൊരു അഡ്വാൻസ് ഡാറ്റ അനലിറ്റിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നന്നാവും. ഞാൻ പറയുന്നത് അത്തരം ആവശ്യമുള്ള ആളുകളാണ്. എല്ലാം ക്വാളിറ്റേറ്റീവ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ക്വാളിറ്റേറ്റീവിനും പറ്റിയ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അറ്റ്ലസ് TI, NVIVO ഒക്കെ പോലത്തെ സോഫ്റ്റ്വെയർസ്. കാരണം ആളുകൾ ഇന്ന് നമ്മൾ ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക. അപ്പം നമ്മളിത് ഫെമിലിയർ അല്ല, അല്ലെങ്കിൽ നമുക്കിത് അറിയില്ല എങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് അല്ല എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെ അവർക്ക് തോന്നും. അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഒരു ഏതെങ്കിലും ഇപ്പം ഇനി നിങ്ങൾ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ ക്വാളിറ്റേറ്റീവിൽ നമുക്ക് ബേസിക് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. മറ്റു കുറെ റിസർച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതൊക്കെ എന്താണെന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ഇവൻ നെറ്റ് എക്സാമിനൊക്കെ നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മാസ്റ്റേഴ്സിന് തന്നെ ഇപ്പം റിസർച്ച് മെത്തേഡ്സ് ആണ് കോഴ്സ് വരുന്നുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവാം. പിന്നെ ഒന്നുകൂടെ
നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലിറ്റിക്സ് മറ്റ് സാധനങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ആ, അതുമായിട്ട് ഒന്ന് ഫെമിലിയർ ആവുക, ഒരു ഇന്റർമീഡിയറ്റ് നോളജ് ഉണ്ടാക്കി വെക്കുക. നമുക്ക് വളരെ അടിപൊളിയായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിങ്, അതുപോലെ തന്നെ നല്ല ഗ്രാഫിക്കൽ റെപ്രസെന്റ് ഡാറ്റ വിഷ്വലൈസേഷൻ ഒക്കെ ഈ പ്രത്യേകിച്ച് ആർ സ്റ്റുഡിയോസ് ഒക്കെ നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്തു തരാറുണ്ട്. അപ്പോ അത്തരം സാധനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ പിന്നെ അതുകൂടെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇപ്പം ഇതൊക്കെ നമ്മുടെ എക്കണോമിക്സിന്റെ എക്കണോമിക്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് കൂടാതെ പിന്നെ മറ്റ് നമുക്ക് വേറെ എല്ലാം ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോ ഒരു ഗ്രാഫിക് ഡിസൈനിങ് നമുക്ക് അറിയാം, അത്തരം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അതൊക്കെ നമുക്ക് ഇപ്പം ആവശ്യമുള്ള ഒരു സമയത്തൊക്കെയാണ് നമ്മൾ പോകുന്നത്. കാരണം ലേബർ മാർക്കറ്റ് ഇപ്പം ജോബ് മാർക്കറ്റ് ഇപ്പം അങ്ങനെയാണ് ഉള്ളത്. പിന്നെ എക്കണോമിക്സിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കമ്മ്യൂണിറ്റീസ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് കേരള എക്കണോമിക് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ ഗ്ലോബൽ ലെവലില് കുറെ എക്കണോമിക് അസോസിയേഷൻ ഗ്രൂപ്പ്സും കമ്മ്യൂണിറ്റീസും ഉണ്ട്. അമേരിക്കൻ എക്കണോമിക് അസോസിയേഷൻ അതിൽ വളരെ ഫേമസ് ആണ്. റീതിങ്ക് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അതൊരു കുറച്ചുകൂടെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു മെയിൻ സ്ട്രീം ഇക്കണോമിക്സ് അല്ലാതെ കുറച്ചുകൂടി ഒരു പ്ലൂറലിസ്റ്റ് ഇക്കണോമിക്സ്, അതായത് പ്യുവർ മാർക്കറ്റ്. നമ്മൾ ഇക്കണോമിക്സിൽ കെറ്ററിസ് പൈതഗസ് എന്ന് പഠിക്കുന്നുണ്ടല്ലോ മൈക്രോയിൽ വളരെ ബേസിക് ആയിട്ട്. അതായത് കീപ്പിംഗ് അതർ തിങ്സ് കോൺസ്റ്റന്റ്, അതായത് ഡിമാൻഡ് സപ്ലൈയും കാര്യങ്ങൾ ക്ലിയർ ചെയ്തോളും എന്നുള്ളത്. അതെല്ലാം കുറച്ചുകൂടി നമ്മൾ അതിന്റെ പുറത്ത് കാണേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ടീമാണ് റീതിങ്ക് ഇക്കണോമിക്സ്. അതിന്റെ ഇന്ത്യൻ സർക്കിൾ ഉണ്ട്, കേരള സർക്കിൾ ഉണ്ട്, ഇക്കണോമിക എന്നൊക്കെ പറഞ്ഞിട്ട് കേരള സർക്കിൾ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇടുന്ന ഫെമിലിയർ, അവരൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, കേരളത്തിലൊക്കെ വെച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം അതിലൊക്കെ ഭാഗമാവാൻ നോക്കുക. അതുപോലെ കോറിക്കോൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഹെറ്ററോഡോക്സ് ഇക്കണോമിക്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് കോറിക്കോൺ. അവരുടെ മെറ്റീരിയൽസ് ഒക്കെ മൈക്രോ എക്കണോമിക്സിന്റെ മാക്രോ എക്കണോമിക്സിന്റെ ഒക്കെ മെറ്റീരിയൽസ് ഓൺലൈൻ അവൈലബിൾ ആണ്. നല്ല ടെക്സ്റ്റ് ബുക്ക് അവര് പബ്ലിഷ് ചെയ്യാറുണ്ട്, ഓൺലൈൻ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ ടെക്സ്റ്റ് ബുക്സ് ആണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങളൊന്നുകൂടെ ഹെൽപ്പ് ചെയ്യായിരിക്കും. പിന്നെ എക്കണോമിക്സ് ഇൻ കോണ്ടെക്സ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെയും ബ്ലോഗും അവരുടെ വെബ്സൈറ്റ് ഒക്കെ നിരന്തരം പല ഇൻട്രസ്റ്റിംഗ് പഠനങ്ങൾ ലൈക്ക് പബ്ലിഷ് ചെയ്യാറുണ്ട്. അവർ നിരന്തരം പഠനങ്ങൾ നടത്താറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് വളരെ നന്നാവും. പിന്നെ നമ്മള് യൂട്യൂബൊക്കെ നോക്കി പഠിക്കുന്ന, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നിരന്തരം നമ്മൾ ഓൺലൈൻ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഒരുപാട് നല്ല യൂട്യൂബ് പ്ലേലിസ്റ്റുകൾ ഉണ്ട് എക്കണോമിക്സ് നമുക്ക് പഠിക്കാൻ. നമ്മളെ എക്കണോമിക്സിൽ പിന്നെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് പിന്നെ എന്തായാലും കണ്ടാൽ നല്ല രീതിയിൽ, അതായത് നമുക്ക് നല്ല രീതിയിൽ സബ്ജക്ട് മനസ്സിലാകും. ഇനി നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ, നമുക്ക് അവരെ എങ്ങനെയാണ് ഓരോ സബ്ജക്ട്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓരോ കോൺസെപ്റ്റുകൾ അവരെങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ വളരെ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന കുറച്ച് ടീം, അത് ഞാൻ ഫോളോ ചെയ്തിരുന്ന കുറച്ച് ടീംസ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് സ്ലൈഡ്സ് ഉണ്ടാക്കുമ്പോൾ അവർ അതുകൂടെ ഇതിൽ ട്രാക്ക് ചെയ്താണ്. ഒന്ന് പ്രൊഫസർ ജനാർദ്ദൻ ഗ്രൂപ്പറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് മൈക്രോ എക്കണോമിക്സ്, MIT ഒരു കോഴ്സാണത്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. പിന്നെ മാക്രോ എക്കണോമിക്സിന്റെ ഒരു കോഴ്സ് ഉണ്ട്, അതും കുറച്ച് പഴയതാണ്, 98 മറ്റുള്ളതാണ്. പക്ഷെ അടിപൊളിയായിട്ടാണ് നമുക്ക് ഓരോ കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ IIT മദ്രാസിലെ സബുജ് കുമാർ മണ്ഡലിന്റെ ഒരു എക്കണോമെട്രിക്സിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ MA എക്കണോമിക്സിലെ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്കണോമെട്രിക്സ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ട് എക്കണോമെട്രിക്സ് എന്താണെന്നൊക്കെ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് സുഭാഷ് കുമാർ മണ്ഡൽ. ഇവരുടെ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു സ്നാപ്ഷോട്ട് എടുത്ത് ഇതിൽ വെച്ചതാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എക്കണോമെട്രിക്സ് ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, എക്കണോമെട്രിക്സ് താല്പര്യം മാത്രമല്ല വളരെ ഡിമാൻഡിങ് ആയിട്ട് വരുന്ന, എക്കണോമിക്സിൽ ഒരു ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ഒന്നാണ് എംപിരിക്കൽ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് ഒക്കെ. അപ്പോ
ആളുകളൊക്കെ നിങ്ങൾ ഒക്കെ ഇത്തരം എക്കണോമെട്രിക്സിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത് നന്നാകും. പിന്നെ മറ്റ് ചില കോഴ്സാണ് ഹിസ്റ്ററി ഓഫ് ഇക്കണോമിക് തോട്ട്, IIT മദ്രാസിലെ ഡോക്ടർ ശിവകുമാറിൻ്റെതാണ്. പിന്നെ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇക്കണോമെട്രിക്സ് IIT കാൺപൂർ ഒരു പ്രൊഫസറുടേതാണ്. പിന്നെ മാക്രോ എക്കണോമിക്സ് ഉണ്ട് IIT ഗുവാഹത്തി ആണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയാ, നമുക്ക് ഇപ്പോൾ ഒരു സാധ്യതയാണ് IITസിലൊക്കെ പഠിപ്പിക്കുന്ന വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ് ഇവരൊക്കെ. ഏകദേശം 50 ലൈക്ക് എബോ 50 ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ നല്ല ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഇവർക്കൊക്കെ. അപ്പൊ ഇവര് നല്ല രീതിയിലാണ് ഓരോ കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോ എന്താ ക്ലാസ്സിന് പഠിച്ച അല്ലെങ്കിൽ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്ത കാര്യം ഒന്നുകൂടെ ക്ലാരിറ്റിയോട് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഉപകരിക്കപ്പെടുന്ന കോഴ്സസ് ആണ് ഇതൊക്കെ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ആണ് ഇതൊക്കെ. അപ്പോ ഈ സാധനം നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഏരിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എനിക്ക് മൈക്രോ എക്കണോമിക്സ് ഒന്നുകൂടെ അതിന്റെ ക്ലാരിറ്റി വരുത്തണമായിരുന്നു, ഇത്തരം വീഡിയോസ് ഒന്ന് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഒരു പിടിച്ചു നിർത്തുന്നുണ്ടോ എന്നുള്ളത്. ഒരുപാട് വീഡിയോസ് ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ്. നമ്മുടെ NPTEL നിരന്തരം പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും, ഇന്ത്യയിലെ പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സും NPTEL-ആയിട്ട് കൊലാബറേറ്റ് ചെയ്ത് ക്ലാസ് നടത്താറുണ്ട്. അവരുടെ വീഡിയോസ് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പല വീഡിയോസും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അല്ലെങ്കിൽ ക്വാളിറ്റി ടീച്ചിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ജേർണൽസ്, ബ്ലോഗ്സ് നോക്കാം. ഒബ്വിയസ്ലി EPW ഉണ്ട്, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രൊമോട്ട് ആയിട്ടുള്ള ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജേർണലാണ് EPW. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ EPW പിന്നെ നമ്മളൊന്ന് നോക്കുക, അതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ച് സ്റ്റഡീസ് ഉണ്ടോ നോക്കുക. അപ്പോൾ കൺകറന്റ് ആയിട്ടുള്ള ഏരിയ വിഷയങ്ങളിലൊക്കെ അവിടെ ആളുകൾ റിസർച്ചേഴ്സ് റിസർച്ച് ആർട്ടിക്കിൾസ് അവിടെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുപോലെ ഇന്ത്യ ഫോറം എന്ന് പറയുന്ന ഒരു ബ്ലോഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെയും ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നിരന്തരം വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റീതിങ്ക് ഇക്കണോമിക്സിന്റെ ഒരു ഇന്ത്യൻ സർക്കിൾ, റീതിങ്ക് ഇക്കണോമിക്സ് ഇന്ത്യ, അവരും നിരന്തരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലൂറലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്നുള്ള ഇക്കണോമിക്സ് പേപ്പേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് വർക്ക്സ് അവരവിടെ പ്രസന്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇക്കോൺ ഫോർ എവരിബഡി ലേൺ ബെറ്റർ എന്ന് പറയുന്ന ഒരു ബ്ലോഗാണത്. ഒരു JIPയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസറുടെ ഒരു ബ്ലോഗാണ്. വളരെ അടിപൊളിയായിട്ടാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇക്കണോമിക്സിൽ പഠിച്ച ഓരോ കോൺസെപ്റ്റുകളെയും വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇക്കണോമിക്സ് ഫ്രം ദ ടോപ്പ് ഡൗൺ എന്ന് പറയുന്ന നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച കോൺസെപ്റ്റുകളിൽ അതിനൊന്ന് ടോപ്പ്, അത് നമ്മളിപ്പം പഠിച്ചതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് എന്തൊക്കെയാണ് അതിനെ കൗണ്ടർ ചെയ്തെന്തെങ്കിലും, അത്തരം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇക്കണോമിക്സ് ഫ്രം ദ ടോപ്പ് ഡൗൺ. ഇത്തരം ജേർണൽസ് അല്ലെങ്കിൽ ബ്ലോഗ്സ് ഒക്കെ ഒരുപാടുണ്ട്. ഞാൻ ജസ്റ്റ് ഇന്ന് പേരത്തുകൊണ്ടാണ് എനിക്ക് ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഓർമ്മയിൽ വന്നുള്ളൂ. വേറെ ഒരുപാട് ബ്ലോഗ്സ് അവൈലബിൾ ആണ്. ബ്ലോഗ്സ് ഒക്കെ ഒന്ന് നമ്മൾ നിരന്തരം വായിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ അപ്ഡേറ്റ് ആയിരിക്കും. നമ്മളുടെയും ഐഡിയാസ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോ ഇത്തരം ബ്ലോഗ്സ്, ജേർണൽസ് ഒക്കെ വേറെയും ഒരുപാടുണ്ട്. ഞാൻ ജസ്റ്റ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഓരോ ബ്ലോഗ്സും അല്ലെങ്കിൽ ജേർണൽസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതല്ലാതെ നമുക്ക് ഒന്നുകൂടെ ഇതിൽ ഈ ഒരു സബ്ജക്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് വരും. നമുക്കും നമ്മുടെ നോളജ് നമ്മുടെ സബ്ജക്റ്റിൽ നല്ല മാസ്റ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം ഒരുപാട് ബ്ലോഗ്സ് അവൈലബിൾ ആണ്. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് യൂട്യൂബ് ചാനൽസ് അവൈലബിൾ ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. പിന്നെ അവസാനമായിട്ട് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റേൺഷിപ്സ്, നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതുകൂടാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അവിടെയൊക്കെ ഫാക്കൽറ്റീസ് ഇന്റേൺഷിപ്പിന് കോൾ ചെയ്യാറുണ്ട്. IITs IIMസിലൊക്കെ അവർ ഇന്റേൺഷിപ്പിന് കോൾ ചെയ്യാറുണ്ട്. IIM കോഴിക്കോടൊക്കെ സമ്മർ ഇന്റേൺഷിപ്പ് ഉണ്ടാകാറുണ്ട്.
CDS സമ്മർ ഇന്റേൺഷിപ്പ് ഉണ്ടാകാറുണ്ട്. നമ്മൾ CDS എനിക്ക് തോന്നുന്നു നമ്മൾ അവിടുത്തെ ഒരു പ്രൊഫസർക്ക് മെയിൽ അയച്ചാൽ അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇന്റേൺഷിപ്പിനോട് വിളിക്കും. IIMസിൽ പ്രൊഫസർക്ക് ഡയറക്റ്റ് മെയിൽ അയക്കുന്ന പ്രൊസീജിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഇന്റേൺഷിപ്പിന് കോൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്റേൺഷിപ്പ് എന്തായാലും അപ്ലൈ MAക്കുള്ളവർ എന്തായാലും ഇന്റേൺഷിപ്പ് നോക്കുക, സമ്മർ ഇന്റേൺഷിപ്പ് മറ്റൊക്കെ നോക്കുക. നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ നിങ്ങൾക്ക് ഇനി എല്ലാം ഓൺലൈനായിട്ട് റിമോട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്റേൺഷിപ്പ് ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളാണെങ്കിൽ ഇനി അതാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അത്തരം ഇന്റേൺഷിപ്സ് നോക്കുക. പിന്നെ പ്രധാനപ്പെട്ടത് ഒന്നാണ് ഫോറിൻ ലാംഗ്വേജസ്. നമുക്കറിയാം നമ്മളെ ആളുകൾ കൂടുതൽ മൈഗ്രേറ്റ് ഇവിടുന്ന് മൈഗ്രേഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം നമുക്കും അത്തരം താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിച്ച ആളുകൾക്ക് നമ്മളുടെ ഫോറിൻ ലാംഗ്വേജ് കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എക്കണോമിക്സ് ഇന്ത്യയിൽ പോലെ തന്നെ പുറത്തും നല്ല ഡിമാൻഡുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഒരു ഫോറിൻ ലാംഗ്വേജ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നാവും. പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക. ലിങ്ക്ഡിനിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് ആക്റ്റീവ് ആവുക. അവിടെ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക. അവിടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ ഈ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എളുപ്പത്തിൽ നമ്മൾ ഫ്രീക്വന്റ്ലി വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ലിങ്ക്ഡിൻ നമ്മൾ അതറിയും. അപ്പം ലിങ്ക്ഡിൻ നമുക്ക് എങ്ങനെയൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മളൊന്ന് ആലോചിക്കുക. അതേ രീതിയിൽ നമ്മൾ പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കി. കാരണം അവിടെയാണ് പ്രൊഫഷണൽ കണക്ഷൻസ് അവിടെയാണ് അവിടെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അത്രയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത്. എനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേറെ മെയിൽ ചോദിക്കാണെങ്കിൽ മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഫീസിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും സാർ ഇപ്പം നമുക്ക് ബ്രീഫായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ സാറിനോട് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കിതിപ്പോൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം എല്ലാ സെക്ടേഴ്സിലും പിന്നെ എക്കണോമിക്സ് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ പോലെ നമുക്ക് എക്കണോമിക്സ് അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് ലോജിസ്റ്റിക്സ് സെക്ടർ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും നമ്മൾ എക്കണോമിക്സ് കഴിഞ്ഞ ആളുകൾക്ക് അവിടെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. കാരണം അവിടെ നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളിവിടെ ചെയ്യുന്നത് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ഉണ്ടാകും. നമ്മുടെ എഫിഷ്യന്റ് അലോക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ സെക്ടേഴ്സിലും നമുക്ക് എക്കണോമിക്സ് കഴിഞ്ഞ ആളുകൾക്ക് സാധ്യത ഉണ്ട്. എനിക്ക് ലോജിസ്റ്റിക്സിൽ കൃത്യമായിട്ട് അറിയില്ല. പിന്നെ അവിടെ എന്തൊക്കെ സാധ്യതകളാണുള്ളത് ഞാനത് എന്നോട് മിസ് ഔട്ട് ആയി പോയി. അപ്പോൾ എന്തായാലും കമ്പനീസിൽ പിന്നെ വർക്ക് ചെയ്യുന്ന കമ്പനീസിലൊക്കെ നമുക്ക് സാധ്യതകൾ എന്തായാലും ഉണ്ടാകും. നെറ്റ് ഗേറ്റ് JRF ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് ചോദിച്ചത്. ഫർസാന പറയൂ. സർ, നെറ്റ് ജെറ്റ് JRF ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഓക്കെ. നെറ്റ് എക്സാം UGC കണ്ടക്ട് ചെയ്യുന്ന UGC വർഷത്തിൽ 2 വർഷം കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് നെറ്റ് എക്സാം. നെറ്റ് എക്സാം എക്കണോമിക്സിലും നെറ്റ് എക്സാം ഉണ്ടാകാറുണ്ട്. എക്കണോമിക്സിൽ നെറ്റ് എക്സാമിന്റെ ഫോർമാറ്റും അതിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നെറ്റ് എക്സാം. അവര് UGC ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. അതിൽ 100 ക്വസ്റ്റ്യൻസ് ഫ്രം എക്കണോമിക്സ്, 50 ക്വസ്റ്റ്യൻസ് ജനറൽ പേപ്പർ ആണ്. അപ്പോ 100 ക്വസ്റ്റ്യൻസിൽ നമ്മളുടെ എക്കണോമിക്സിൽ പഠിച്ച നമ്മളുടെ ഏകദേശം 10 ബ്രോഡർ ടോപ്പിക്സ് ആണ് അവർ പറയാറ്. മൈക്രോ, മാക്രോ ഡെവലപ്മെന്റ്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമെട്രിക്സ്, ഇന്റർനാഷണൽ എക്കണോമിക്സ്, പബ്ലിക് ഫൈനാൻസ്, ഇന്ത്യൻ ഇക്കണോമി, അങ്ങനെ 10 ടോപ്പിക്സ് ആണ്. 10 ടോപ്പിക്സിന് ഏകദേശം
റഫ്ലി 10 ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ആണ് എക്കണോമിക്സ് ഉണ്ടാറ്. അപ്പൊ നമ്മള് UG PG ലെവലിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർ ചോദിക്കാറ്. പക്ഷെ വളരെ ബ്രോഡർ ആയിട്ടാണ് നിലവിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ബ്രോഡർ ആയിട്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതാണ് നെറ്റ് എക്സാമിന്റെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നിലവിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് UGC ഉള്ളത്. അതുകൊണ്ട് അടുത്ത വർഷം എങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഒരു എല്ലാ വിഷയത്തിലും നമുക്കൊരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്നതാണ് അവർ കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 10 സബ്ജക്ട്സിലും നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഇതുണ്ടാക്കി വെക്കുക. പിന്നെ JRF ആണെങ്കിൽ JRF ഒരു വർഷം എഴുതിയ ആളുകളുടെ 1% ആളുകൾക്കാണ് JRF അവർ കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അത്രയും ടോപ്പിലെത്തണം. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ സിലബസ് കൃത്യമായിട്ട് സിലബസ് അവൈലബിൾ ആണ്. പല പ്ലാറ്റ്ഫോംസും സിലബസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഇത് നോക്കുക. നമ്മുടെ കയ്യിലുള്ള PG മെറ്റീരിയൽസ് കൊണ്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ്. പക്ഷേ നമ്മൾ എല്ലാ ഏരിയാസിലും ഫോക്കസ് ചെയ്യണം. കാരണം എല്ലാ ഏരിയാസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാകും ഏത് ഇപ്പം നമ്മളൊരു ടോപ്പിക്കിന് സ്പെസിഫിക്കലി എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മളൊരു വീക്ക് ആയിട്ടുള്ളത്, നമ്മൾ എവിടെയാണ് സ്ട്രോങ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ ഓറിയന്റ് ചെയ്താൽ മതി. പിന്നെ ഗേറ്റ് എക്സാം ഓരോ IITs ആണ് വർഷം നടത്താറ്. ഒരു വർഷം ഒരു ഗേറ്റ് എക്സാം ആണ് ഉണ്ടാകാറ്. ഫെബ്രുവരിയിലാണ് പൊതുവെ ഉണ്ടാകാറ്. ഒരു സെപ്റ്റംബർ ഒക്ടോബറിലാണ് അവർ കോൾ ചെയ്യാറ്. നമ്മൾ അപ്ലൈ ചെയ്യുക. ഗേറ്റ് എക്സാം ഒന്നുകൂടെ ഇൻഡെപ്ത് ആയിട്ടാണ് അവർ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നോക്കുന്നത്. അതായത് നിലവിൽ നെറ്റ് എക്സാം വളരെ പെരിഫറൽ ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് പെരിഫറൽ എന്നല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ 2 വർഷം കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ കമ്പയർ ടു ഗേറ്റ് എക്സാം ഒന്നുകൂടെ പെരിഫറൽ നോളജ് മാത്രമാണ് നമ്മൾ ടെസ്റ്റ്. പക്ഷെ വൈഡർ ആയിട്ടുള്ള സിലബസ് ആണ് നെറ്റ് എക്സാമിന്. എന്നാൽ ഗേറ്റ് എക്സാമിന് ഇൻഡെപ്ത് ആണ്. നമ്മുടെ സിലബസ് വളരെ സ്പെസിഫിക് ആണ്. ഒരുപാട് വലിയ വൈഡ് സിലബസ് ഒന്നുമില്ല. പക്ഷെ വളരെ ഇൻഡെപ്ത് നോളജ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കോൺസെപ്റ്റ്സ് ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഗേറ്റ് എക്സാം ചോദിക്കാറുള്ളത്. ഗേറ്റ് എക്സാമിന്റെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മൾ ചെയ്തു നോക്കുക. പിന്നെ ഗേറ്റ് എക്സാമിന്റെ നമ്മൾ ചെയ്തു നോക്കിയിട്ട് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആയിരിക്കാം ഗേറ്റ് എക്സാമിന്റെ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഡെപ്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന്. അതുപോലെ നമ്മൾ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഗേറ്റ് എക്സാം ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പറ്റുന്നതാണ്. അല്ലെങ്കിൽ നെറ്റ് എക്സാം അത് ഒരുപാട് നെറ്റ് എക്സാമിനായിട്ട് പറയേണ്ടതാണ്. അതുകൊണ്ട് വളരെ ബ്രീഫായിട്ട് നെറ്റ് എക്സാം എങ്ങനെയാണ് അതിന്റെ നെറ്റ് എക്സാമിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ലൈഫ് ടൈം വാലിഡിറ്റി ആണ് നെറ്റ് എക്സാമിന്. നമ്മളൊരു പ്രാവശ്യം നെറ്റ് ക്ലിയർ ചെയ്താൽ നമുക്ക് ലൈഫ് ടൈം നമ്മൾ നെറ്റ് ക്വാളിഫയർ ആണ്. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടില് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് വളരെ ബേസിക് എലിജിബിലിറ്റി നെറ്റ് ക്വാളിഫയർ ആണ് നിലവില്. അത്തരം പിന്നെ PhDക്കൊക്കെ നെറ്റ് ഉണ്ടെങ്കിലാണ് പലരും PhDക്ക് നമ്മളെ എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നെറ്റ് വളരെ ഇമ്പോർട്ടന്റ്. നെറ്റിന്റെ എക്സാമിന്റെ ഫോർമാറ്റും നേരത്തെ പറഞ്ഞതുപോലെയാണ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? താങ്ക് യു സർ. സർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു നിയമപ്രകാരം ഈ നെറ്റ് എക്സാമിന്റെ മാർക്ക് വെച്ചിട്ട് നമുക്ക് PhDക്ക് ജോയിൻ ചെയ്യാലോ. അപ്പോൾ അത് ഈ പറയുന്ന പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റും PhDക്കായിട്ടുള്ള എൻട്രൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാച്ച് ആവുന്നത്? ഈ ഒരു നെറ്റ് എക്സാമിന്റെ മാർക്ക് വെച്ചിട്ട് ഇപ്പോൾ JRF കിട്ടി അതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ? അതല്ല ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ കയറാൻ പറ്റുന്നതാണോ? അതായത് ഇന്ത്യയിലുള്ള PhD പ്രൊവൈഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പല രീതിയിലാണ് അവര്
അഡ്മിഷൻ നടത്താറുള്ളത്. ഒന്ന് അവര് നമ്മുടെ നെറ്റ് എക്സാം ക്വാളിഫയർ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലർ നെറ്റ് എക്സാം ആണെങ്കിൽ നമ്മൾ അവരുടെ യൂണിവേഴ്സിറ്റി എക്സാം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സാം അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ PhDക്ക് അവരെ ഇന്റർവ്യൂവിന് വിളിക്കും. ചിലര് നെറ്റ് എക്സാമും JRF ഒന്നുമില്ല, അവരുടെ സെപ്പറേറ്റ് എക്സാമും ഇന്റർവ്യൂ ഉണ്ടാകും. അങ്ങനെ ഇന്ത്യയിൽ പല രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം കഴിഞ്ഞ ഏകദേശം 6-7 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു UGC ഒരു പുതിയ സർക്കുലർ കൊണ്ടുവന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ നെറ്റ് എക്സാമിന് ഇപ്പൊ പുതിയൊരു കാറ്റഗറി കൂടെ വന്നു. അതായത് നമ്മൾ മുമ്പ് നെറ്റ് എക്സാമിന് 1% JRF, 5% 5-6% നെറ്റ്, പിന്നെ അതിന് താഴെ PhD ക്വാളിഫയർ. അപ്പം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ എക്സാം അവർ ക്യാൻസൽ ചെയ്തു. അപ്പോ അതിനുശേഷം പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഡൽഹി യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദും JNU ഒക്കെ പറഞ്ഞത് ഈ നെറ്റ് എക്സാമിന്റെ മാർക്ക് വെച്ചിട്ടായിരിക്കും അവര് അഡ്മിഷൻ നടത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇപ്പം HCU ഒക്കെ പുതുതായിട്ട് അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല അവര് കൃത്യമായിട്ട് ഈ UGC എന്താണ് കൊണ്ടുവന്നത് എന്നും ഓരോ യൂണിവേഴ്സിറ്റീസ് എങ്ങനെയാണ് അത് അഡോപ്റ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ആ എക്സാം സ്കോർ വെച്ചിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ്, അതായത് അവർ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം നടത്താതെ ആ ലിസ്റ്റ് വെച്ച് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നമ്മുടെ നെറ്റ് സ്കോർ വെച്ച്, നമ്മുടെ ഗേറ്റ് സ്കോർ ഒക്കെ വെച്ച്, അതായത് നമ്മുടെ നീറ്റ് JEE സ്കോർ ഒക്കെ വെച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന പോലെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് അവരുടെ ഇന്റർവ്യൂ നടത്താനാണ് സാധ്യത. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഒന്നും UGCയുടെ ഭാഗത്തൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഭാഗത്തൊന്നും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ കാരണം NTA അവരുടെ മറ്റ് എക്സാം ഇപ്പം നീറ്റും JEE ഒക്കെ അങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാവാനാണ് സാധ്യത. ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പം IIMs ഒക്കെ അവര് JRF ഒന്നും, പ്രത്യേകിച്ച് എക്കണോമിക്സിലൊന്നും JRF ഒന്നും അവർ നോക്കുന്നില്ല. അവര് സെപ്പറേറ്റ് എക്സാംസ് ഉണ്ട്. അപ്പൊ അവരിത് എങ്ങനെയാണ് എടുക്കുകയെന്നും അവരുടെ ഭാഗത്തൊന്നും ക്ലാരിറ്റി വന്നിട്ടില്ല. കാരണം ഈ വർഷത്തെ നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ അതിനുശേഷം നടക്കുന്ന അഡ്മിഷൻസ് ഒന്നും അവരിത് ചില IIMs ഒക്കെ അടുത്ത അക്കാഡമിക് ഇയറിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊന്നും JRF-നൊന്നും അവിടെ മെൻഷൻ ചെയ്തത് കണ്ടിട്ടില്ല. അതായത് ഇങ്ങനെയായിരിക്കും അവര് ഇതുവരെ ഫോളോ ചെയ്തിരുന്ന അവരുടെ എക്സാം തന്നെയാണ് അടുത്ത വർഷം നടത്തുന്നത്. അപ്പം മറ്റ് സാധനങ്ങളൊക്കെ ക്ലാരിറ്റി വരേണ്ടതാണ്. ഇതുവരെ വന്നിട്ടില്ല, ലൈക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ സർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും? നിങ്ങളുടെ ഒരു എയിം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിലേക്ക് എത്താനുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു സെക്ഷൻ ഇത്രയും നമുക്ക് ബ്രീഫായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലകളിൽ നിന്നും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. പിന്നെ ഇനി ലേണേഴ്സിനോട് പറയാനുള്ളത്, നമുക്ക് ഒരു ആക്ഷൻ ടാസ്ക് കൂടെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബെസ്റ്റ് പെർഫോമറെ നമ്മൾ തിരഞ്ഞെടുക്കും നമ്മുടെ ലാസ്റ്റ് സെക്ഷനിൽ. അപ്പോൾ ആക്ഷൻ ടാസ്കുകൾ നല്ല കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. Take any one occupation or field that we talked about in the section and explore more on that and share your finding in the group chat. ഓക്കെ, ഇന്നത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ട്, അതായത് ഏത് ഒക്യുപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ പറ്റിയിട്ട് കൂടുതലൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണോ എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ എന്തായാലും ഇത് വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം.